വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നൊരു വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പൊ നമ്മളൊന്ന് പുറത്ത് പോകാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ചൂട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. 45 ഡിഗ്രി വരെ ചൂട് ഇങ്ങനെ നല്ല ചൂടാണ്. അപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര മഴയും കാര്യങ്ങളും. പക്ഷെ ഇവിടെ ആണെങ്കിൽ ചൂടായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മള് നന്മ കാസർഗോഡിൽ റൺ ടു ഫൺ എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിട്ട് സവാദിയിലായിരുന്നു പ്രോഗ്രാം ഉണ്ടായത്. ബർക്കയിലുള്ള സവാദിയിലാണ് കേട്ടോ പ്രോഗ്രാം ഉണ്ടായത്. അപ്പൊ അവിടെ ഒരു വാട്ടർ അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ട്. അപ്പൊ അവിടെയാണ് കേട്ടോ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നമ്മളൊരു 1 മണിയൊക്കെ ആകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ ഇരിക്കാൻ വരെ പറ്റുന്നുണ്ടായിരുന്നു. അത്രയും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. നല്ലൊരു ഉച്ച സമയം കൂടെയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മള് പോവാട്ടോ. അപ്പൊ സിയും അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവർക്ക് ഇടയ്ക്ക് ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് ഒന്ന് സെറ്റ് ആയിക്കൊണ്ട് വരികയായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഒരു 2 മണി 2:30 ആകുമ്പോഴാണ് അവിടെ എത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ എല്ലാ ഫാമിലീസും ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അവർക്ക്. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളെ റൂമിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറോളം ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ 2 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ ഫുള്ളൊരു ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്ന പോലത്തെ സ്ഥലമായിരുന്നു കേട്ടോ. കാരണം കുറെ വാഴ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ നാരങ്ങ അതിന്റെ കൃഷിയൊക്കെ അതിന്റെ മരമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അങ്ങനത്തെ കൃഷിയൊന്നും അവിടെ കാണുന്നില്ല. ഏകദേശം എല്ലാം ചൂടായി തുടങ്ങിയതുകൊണ്ട് വലുതായിട്ടൊന്നും ഇല്ല തോന്നുന്നു. പക്ഷെ എന്നാലും കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വാട്ടർ അമ്യൂസ്മെന്റ് പാർക്കിന്റെ അൽ സവാദിയിലുള്ള ഒരു വാട്ടർ അമ്യൂസ്മെന്റ് പാർക്കാണ്. അപ്പൊ ഫാമിലിക്കൊക്കെ പോയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അത്. ഈ ഒരു ഫ്രണ്ട് കാണുന്ന അവിടെ റിസോർട്ടാണ്. അപ്പൊ അതിപ്പോ ഓപ്പൺ അല്ല, അതിന് ബാക്കിലായിട്ടാണ് പാർക്ക് വരുന്നത്. അപ്പൊ കുറെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമാണ്. പിന്നെ ഈത്തപ്പഴമൊക്കെ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ചൂട് സമയത്താണ് കേട്ടോ കൂടുതൽ ഈത്തപ്പഴം പിടിക്കാറ്. അപ്പൊ പിന്നെ ഓരോരോ നല്ല കുറെ മരങ്ങൾ ഉണ്ടായിരുന്നു ഈത്തപ്പഴത്തിന്. അങ്ങനെ എല്ലാം പച്ചയായിട്ട് ഇരിക്കുന്നേ ഉണ്ടായിരുന്നു, പൊഴുത്ത് വരുന്നതേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ബാക്കിലായിട്ട് കുറെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് സൈഡ് റിസോർട്ടായിട്ട് കാണുന്നത്, ബാക്ക് സൈഡ് ആണ് കേട്ടോ അതിന്റെ ആ ഒരു അമ്യൂസ്മെന്റ് പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ കുറെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉള്ളത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. ബാക്കി എല്ലാം ഓപ്പൺ ആയിട്ട് വരുന്നതേ ഉണ്ടായിരുന്നു. അപ്പൊ നേരെ നമ്മള് ആ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ നന്മ ഫാമിലി എല്ലാവരും കൂടെ എത്തിച്ചേരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടി നേരെ അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ നന്മേന്റെ എല്ലാ ഫാമിലീസും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 2:30 ആകുമ്പോഴായിരുന്നു കേട്ടോ നമ്മളെല്ലാവരും കൂടെ എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ 2:30-നേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഒരു വൈകുന്നേര സമയങ്ങളാവും കൂടുതൽ നല്ലത്. കാരണം പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പൊ പിന്നെ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു ഉച്ച സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള ഒരു വണ്ടിയിൽ വരെ ഇരിക്കാൻ പറ്റാത്തൊരു സമയമാണ്. അപ്പോൾ നമ്മളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നന്മ കസ്റ്റം ടീഷർട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ. നമ്മൾ എല്ലാവരും ടീഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സിയ വെള്ളത്തിലിറങ്ങി അവളെ ഭയങ്കര കളിയാണ്, ഭയങ്കര സന്തോഷമായിട്ട് അവൾക്ക്. അവൾ വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഉണ്ടായിരുന്നില്ല, ഞാൻ വിളിച്ചിട്ടൊന്നും വരുന്നേ ഇല്ല. അപ്പൊ അവൾ അവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫാമിലിക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. കാരണം അത്രയും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അധികം വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര റിലാക്സേഷനും കൂടിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ചൂട് സമയത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഇത്. അപ്പൊ ആർക്കെങ്കിലും ഇവിടത്തേക്ക് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്ഥലം നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു, അടിപൊളി സ്ഥലമാണ്. വേണ്ടേ പോണ്ടേ, ഇവിടെ കളിക്കാണോ നീ? വാ പോവാലോ.
ഈ ഒരു ചൂട് സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര ആശ്വാസവും അതേപോലെ വലിയവർക്കായാലും ഭയങ്കര റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതിന്റെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വൈഡ് ഏരിയ ആയിരുന്നു കേട്ടോ ആ ഒരു അമ്യൂസ്മെന്റ് പാർക്ക്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എനിക്ക് ഭയങ്കരത്തിൽ ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നന്നായിട്ട് നമുക്ക് അവിടെ പോയിട്ട് റിലാക്സ് ചെയ്യാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് എല്ലാവർക്കും വന്നിട്ട് ഫാമിലിയോടെ വരുമ്പോഴായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നന്മ ഫാമിലിയിലുള്ള ഏകദേശം ഒരു 90 മെമ്പറോളം ഈ ഒരു പിന്നെ ഈ ഒരു പ്രോഗ്രാമിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. റൺ ടു ഫൺ ആയിരുന്നു ആ ഒരു പ്രോഗ്രാമിന്റെ പേര്. പൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നുണ്ടാവില്ല, കാരണം പുറത്തിറക്കാൻ ഭയങ്കര ചൂടാണ്. അങ്ങനെ സിയനെ കുറേ ഒരു 1 മണിക്കൂർ 2 മണിക്കൂറോളം അവള് വെള്ളത്തിനോളം കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അവിടെ പുറത്ത് കുറച്ച് സമയം കളിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആൾക്കാരെ കാണുമ്പോൾ അവള് പിന്നെയും പുറത്തേക്ക് തന്നെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പൂളിലേക്ക് ഇറങ്ങാനായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ട് ഒരു 5 മണി 5:30 വരെ വെള്ളത്തിൽ തന്നെ കളിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അപ്പൊ അവിടെ കുറേ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുല്ലയും 2 ടൈപ്പ് മുല്ല ഉണ്ടായിരുന്നു. നല്ല സ്മെല്ലുള്ള ഒരു മുല്ലയും വലിയ സ്മെല്ലൊന്നും ഇല്ലാത്തൊരു മുല്ലയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ വലിയ ചെടികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു ചെടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനിടയിൽ കസിയ കുറച്ച് ഉറങ്ങിയൊക്കെ ചെയ്തു. പിന്നെ അവളെ എണീറ്റെടുത്തപ്പോൾ ഞാൻ അവൾക്ക് ദോശയൊക്കെ കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ചപ്പാത്തിയും ദോശയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് വരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു 7:30 ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ അടിപൊളി നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു പരിപാടി തന്നെയായിരുന്നു, ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഈ ഒരു പാർക്കിലേക്ക് ഫാമിലിയോടായിട്ട് എല്ലാവരും വരുന്നത് നല്ല രസം ഉണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അധികം ഇരുട്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് നേരെ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോയിട്ടോ. അപ്പൊ എൻ്റെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്താൽ എൻ്റെ വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.